ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അമ്മ സ്വാഗതം. സ്വാഗതം. അമ്മ വത്തക്ക ജ്യൂസ് ആക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ മുറിച്ചിടുവാണ്. ഇന്നെന്താ അമ്മ സ്പെഷ്യാലിറ്റി? ഇന്ന് അമ്മേന്റെ സ്കൂളിലെ 2-3 ഫ്രണ്ട്സ് കാണാൻ വരുന്നു. അമ്മേന്റെ 2-3 ഫ്രണ്ട്സ് വരുന്നുണ്ട്. അതാണ് ഇത്ര പൊങ്കളാന്തം. എന്നെ കാണാനല്ല, മോളെ കാണാൻ. അവര് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിനി ഇപ്പൊ വരുന്നുണ്ട്. അതിന്റെ ത്രില്ലിലാണ് അമ്മ ഉള്ളത്. അതുകൊണ്ട് വത്തക്ക ജ്യൂസ് എല്ലാം റെഡി ആക്കി വെക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പോയിട്ട് എന്റെ പണിയെടുക്കട്ടെ. അപ്പൊ ഞാനിവിടെ ഒരു ബിരിയാണി ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ്. എന്താ വെച്ചാൽ നമ്മൾ ഇന്നാള് എന്തായിരുന്നു ഏട്ടന്റെ ബർത്ത്ഡേ ആയ ദിവസം ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിനെ. അപ്പൊ അന്ന് ഏട്ടന് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ഇന്നലെ ചിക്കൻ വാങ്ങിച്ചപ്പോ പറഞ്ഞാൽ എനിക്ക് അതേ ബിരിയാണി വീണ്ടും വേണമെന്ന്. അതേ ബിരിയാണി ആവാൻ എന്തായാലും ചാൻസ് ഇല്ല. നമ്മൾ അങ്ങനെ വിചാരിച്ചാൽ പിന്നെ നന്നാവൂലല്ലോ, മിക്കവാറും അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് ഏതായാലും ഏട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചേ. അപ്പൊ എല്ലാ സാധനമെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി തന്നിട്ടുണ്ട് കേട്ടാ. ഏട്ടൻ ഇത് തുടങ്ങുന്നതിന് ജോലി ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ എല്ലാം സെറ്റ് ആക്കി തരാം, ഞാൻ ആക്കി തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഇതാ ഉള്ളിയും തക്കാളി എല്ലാം മുറിച്ച് അരിയെല്ലാം കഴുകി സെറ്റ് ആക്കി തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഉണ്ടാക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. നമ്മൾ ടീച്ചേഴ്സ് വന്നപാട് കൊടുക്കാൻ വേണ്ടിയിട്ട് വത്തക്ക ജ്യൂസ് അടിച്ച് വെക്കുവേനെ. ഏട്ടൻ അടിച്ച് തന്ന് ഞാൻ എന്താ മിക്സ് ചെയ്യുന്നുണ്ട്. തണുത്ത വെള്ളം ഒന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഐസും കട്ടയിലിട്ടിട്ട് തണുപ്പിച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട്. അവരെത്താനായിട്ടുണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ ബിരിയാണി പരിപാടി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ടീച്ചേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ഒരു തുണി ഇട്ടാക്കും പറഞ്ഞോ. അങ്ങനെ ഫൈനലി ഇതാ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇത്രയും ആൾക്കാരുണ്ടാവുമെന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടാ. എല്ലാവരും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അനിത ടീച്ചറെ വിളിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ട്, 2 പേരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴമ്മ പറഞ്ഞു ചിലപ്പോൾ ഒരാളും കൂടി ഉണ്ടാവും, ഒരു 3 ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചാൽ നിന്ന്. വരുമ്പോൾ ഉണ്ട് കുറേ ആൾക്കാർ. അപ്പോൾ ഭയങ്കര ഹാപ്പിയായേ. എല്ലാവരും ഒരുമിച്ച് വരുമ്പം അതൊരു പ്രത്യേക വൈബല്ലേ, ഒറ്റക്കൊറ്റക്ക് വരുന്നതിനേക്കാളും. അമ്മക്ക് പിന്നെ പറയേ വേണ്ട, ഭയങ്കര സന്തോഷമാണ്. എനക്കും ഭയങ്കര സന്തോഷമായി. എന്നെ കാണാൻ വേണ്ടിയിട്ടല്ലേ എല്ലാവരും വരുന്നത്. ഗർഭിണീനെ കാണാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആൾ വരുമല്ലോ. എന്നാലും നമ്മൾ ബന്ധുക്കളെല്ലാം നോർമലി വരാറുണ്ട്. എന്നാലും ടീച്ചേഴ്സ് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. മുന്നേ അറിയുന്ന ആൾക്കാർ തന്നെ. എനിക്കായാലും ഓരോ പേഴ്സണലി ഓരോ ആളെയും നന്നായിട്ട് അറിയാമെന്ന് വെച്ചാൽ അമ്മ എപ്പോഴും പറഞ്ഞ് പണ്ട് മുതലേ കല്യാണത്തിന് മുന്നേ പറഞ്ഞ് എല്ലാവരെയും നല്ലോണം അറിയാം. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി വന്നതിൽ. അപ്പോൾ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കുമെന്ന് അമ്മ ചായ വെക്കുന്നുണ്ട്. വന്ന ഉടനെ നമ്മുടെ വത്തക്ക ജ്യൂസ് കൊടുത്തു കേട്ടോ. ബാക്കിയും കൂടെ കുറച്ച് വത്തക്ക ജ്യൂസെല്ലാം അടിച്ച് വെച്ച് എല്ലാം സെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം ചായക്കുള്ള സാധനങ്ങളും കൂടെ പാത്രത്തിലെല്ലാം ആക്കി റെഡിയാക്കി വെക്കാം. അവർ വരുമ്പോൾ ഒരു ലോഡ് സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. ഗർഭിണീനെ കാണാൻ വരുമ്പോഴുള്ള സ്പെഷ്യലായിട്ടുള്ള ഉണ്ണിയപ്പവും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന്. അതിൽ നിന്നും കുറച്ച് എടുത്തിട്ട് വെക്കുന്നുണ്ട്. 2-3 ആളെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിന്നേ. പക്ഷേ ആൾക്കാർ കൂടിയപ്പം ഞാൻ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി എത്തൂല. എന്നാലും നമുക്ക് ഫുഡൊക്കെ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അതിന് ടീച്ചേഴ്സ് നിന്നിട്ടില്ല കേട്ടോ. ഇപ്പോൾ ചായ കുടിച്ചതല്ലേ ഉള്ളൂ. എല്ലാവരും വീട്ടിൽ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല. പിന്നെ ഗിരിജ ടീച്ചർ എനിക്ക് സ്പെഷ്യലായിട്ട് ഇടിച്ചക്ക വറവ് കൊണ്ടുവന്നിട്ടുണ്ടായിന്. അതും ഭയങ്കര സന്തോഷമായി. പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിന്. ഒരമ്മയെല്ലാം തരുന്ന സ്നേഹത്തോടെ ഇങ്ങനെ പാത്രത്തിലെല്ലാം ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ വർത്താനം പറയും. നമ്മളെ ഗാർഡനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമെന്ന്. അപ്പാണ് ഒരു ഐഡിയ തോന്നിയത്, നമുക്കൊരു റീൽസ് എടുക്കാന്നുള്ള കാര്യം. അങ്ങനെ നമ്മളൊരു റീൽസും എടുത്തു കേട്ടോ. എല്ലാ ടീച്ചേഴ്സും എന്ത് കോപ്പറേറ്റീവാണ്. ഞാൻ റീൽസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ എല്ലാവരും റെഡിയായി. അമ്മേൻ്റെ അതേ വൈബുള്ള ആൾക്കാരാണ് കേട്ടോ എല്ലാവരും. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിന് എല്ലാ ടീച്ചേഴ്സും. ഒരാൾ പോലും അതിൽ നിന്ന് എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് വിട്ട് നിന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. ആ റീല് ഞാൻ ഓൾറെഡി മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട്. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കുക കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ടീച്ചേഴ്സ് എല്ലാവരും പോയി.
അപ്പൊ ടീച്ചേഴ്സ് എല്ലാം പോയേ. എന്റെ ബിരിയാണി പരിപാടി ഞാനവിടെ പകുതിക്ക് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്ത്. എല്ലാവരും എന്നെ കാണാൻ വന്നിട്ട് അപ്പൊ പിന്നെ അവരോടെല്ലാം വർത്താനം പറയണ്ടേ. അങ്ങനെ കുറെ വർത്താനം പറഞ്ഞ് മസാല ആക്കി വെച്ചിട്ടുണ്ടായിനി. അവർ പോയ ശേഷം വേഗം റൈസെല്ലാം ആക്കി മിക്സ് ചെയ്തിട്ട് ഇതാ സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്തായിന്നൊന്നും അറിയില്ല. ഇങ്ങനെ ഇടക്കിടക്ക് ഓരോന്നും ചെയ്ത് അങ്ങനെ വെച്ചതാണ്. അപ്പൊ കഴിക്കട്ടെ ഞാനും ഏട്ടനും കൂടി. കുറച്ചും കൂടി ഉണ്ട് ചേട്ടാ. ഞാൻ കുറച്ച് പാത്രം എടുത്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. മസാല നന്നായി. അന്നത്തെ ഇത്ര കളർ ഉണ്ടായിരുന്നല്ലോ, മസാല കളർ ഉണ്ടായിരുന്നല്ലോ. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകുന്നേരം ആയപ്പോഴേക്ക് ചായ ടൈം ആയല്ലോ. ചായയൊക്കെ അമ്മ റെഡിയാക്കുമ്പോൾ ഇതാ കടിയൊക്കെ കയ്യിലെത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബേക്കലത്തെ സൈബുമേൻ്റി സായിമേൻ്റി വകയുള്ള നോമ്പ് തുടങ്ങിയല്ലോ. അതുകൊണ്ട് വൈകുന്നേരം ഇഷ്ടംപോലെ കടികൾ ഉണ്ടാക്കുമല്ലോ അവർ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പങ്ക് കൊണ്ടു തന്നിട്ടുണ്ട്. കല്ലുമ്മക്കായ് ഫ്രൈയും ചിക്കൻ റോളും പിന്നെ ഇതിൻ്റെ പേരെന്താണെന്ന് ഈശ്വര കുംസിയോ അങ്ങനെ എന്തോ ആണ് സാധനം അതിൻ്റെ പേര്. ആ ഒരു സാധനം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെല്ലാം നല്ല ടേസ്റ്റ്, നല്ല ചൂടോടെ കൊണ്ടു തന്നെയാണ്. നിച്ചുവിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ കല്ലുമ്മക്കായ ഫ്രൈ. നമ്മുടെ കണ്ണൂർ ഇങ്ങോട്ടൊക്കെ ഫേമസ് ആണ് കല്ലുമ്മക്കായ. നിങ്ങളുടെ നാട്ടിലെല്ലാം ഉണ്ടാവുമോ എന്നറിയില്ല, ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതൊക്കെ കൂട്ടി അടിപൊളി ചായ. അങ്ങനെ നോമ്പ് തുറ വിഭവങ്ങളെല്ലാം കഴിച്ചു. നോമ്പ് തുറക്കുന്ന സമയം ആവുന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് നേരത്തെ കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ കഴിച്ചു കേട്ടോ. അങ്ങനെ കുറേ ഇത്താത്തമാർ ചുറ്റും ഉള്ളതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോമ്പിൻ്റെ സമയത്ത് സ്പെഷ്യലായിട്ട് അവരെ കണ്ണൂർ സ്പെഷ്യൽ ഐറ്റംസ് കിട്ടും കേട്ടോ. ഞാൻ മുന്നേ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. എൻ്റെ നാട്ടിലൊന്നും ഇങ്ങനെ നോമ്പെടുക്കുന്നവർ നമ്മൾ ആ ഏരിയയിൽ ഇല്ലേ. പിന്നെ എൻ്റെ ഫ്രണ്ട്സും ഒന്നും അധികം ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ കുറേ പേരുണ്ട്. അതിന് കണക്കായിട്ട് കുറേ ഇത്താത്തമാർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്നാക്സും ഇതെല്ലാം കൊണ്ടുതരും കേട്ടോ. പ്രത്യേകിച്ച് നോമ്പിൻ്റെ സമയത്താകുമ്പോൾ അതുപോലെ പെരുന്നാളിന് ബിരിയാണിയും എല്ലാം കൊണ്ടുതരും. അപ്പം ഇന്നത്തെ ഇത് നമ്മൾ കഴിച്ച് ഭയങ്കര ചൂടല്ലേ ഈ ഒരു സമയത്ത് നോമ്പെടുക്കുമ്പോൾ എന്താണെന്ന അവസ്ഥ. വെള്ളം പോലും കുടിക്കാനാവാണ്ട് വല്ലാത്ത അവസ്ഥയാണ്. പക്ഷെ എന്നാലും ആ ഒരു സമയത്ത് അവർക്ക് നോമ്പെടുക്കാനുള്ള ആരോഗ്യം പഠിച്ചോ തരുമായിരിക്കും അല്ലേ. അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ഭയങ്കര വേർത്ത് പോകുന്നതുകൊണ്ട് എല്ലാവരും പറയുന്നുണ്ട് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, സമയമാവാൻ കാത്തിക്കുന്നുണ്ട്. ബാങ്ക് കൊടുക്കുന്ന സമയമാകുമ്പോൾ അല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് അവസ്ഥ. നമ്മളിവിടെ പഞ്ചായത്ത് തന്നെ ഉണ്ടല്ലോ ഒരു ഹാപ്പിനെസ് പാർക്ക് തുടങ്ങിയിട്ടുണ്ട്. അവിടെ വന്നതാണ്, കുറേ നാളായി തുടങ്ങിയിട്ടേ. അപ്പം കാര്യമായിട്ട് പാർക്ക് എന്ന് പറയാനൊന്നുമില്ല. രണ്ട് ഊഞ്ഞാലും കുറേ ഇരിക്കേണ്ട സ്ഥലം, കുറേ മരങ്ങളെല്ലാം ആക്കി നല്ല സെറ്റപ്പ് ആക്കിയ ഒരു സ്ഥലം. കുറേ വയോജനങ്ങളുടെ പാർക്കാണ്. അപ്പോൾ കുറേ പ്രായമുള്ള ആൾക്കാരെല്ലാം വൈകുന്നേരം വന്നിരുന്ന് ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള സ്ഥലം. നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ഇരിക്കാൻ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. അച്ഛനും അമ്മയും ഇടയ്ക്ക് വരുത്തണ്ടേ. പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. നല്ല സുഖമുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഈ ചെടിക്ക് ഇഷ്ടമായിനാ? ഇവിടെ വന്നിട്ട് ഇഷ്ടമായിനാ? കുറെ സ്ഥലം ഉണ്ടല്ലേ നിച്ചിന് ഓടിക്കളിക്കാൻ. കുറെ അച്ഛച്ചന്മാരെല്ലാം ഉണ്ടല്ലേ അടിയിടെയെല്ലാം. എല്ലാവരോടും പോയിട്ട് വർത്താനം പറഞ്ഞോ. അമ്മേനാട്ടോ ഊഞ്ഞാലാട്ടോ അമ്മേനെ ശരി. അതെയാ കളി വേണം. എങ്ങനെയുണ്ട് ഏട്ടാ പാർക്ക്? നല്ലുണ്ടല്ലേ, ഇരിക്കാൻ നല്ല സുഖമുണ്ട് ഇടാ. അച്ഛനും അമ്മയും അവിടെ സെൽഫി എടുത്ത് കളിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും കൂടി അതാ അവിടെ ഇരുന്ന് സെൽഫി എടുത്ത് കളിക്കുന്നുണ്ട്. കൊറേ ഇതിനുള്ളിൽ കൊറേ മരം ഉള്ളതുകൊണ്ട് നല്ലുണ്ട് അല്ലേ കാണാൻ. അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തോണ്ട് അതാ ഇത് നല്ല കൊറേ മരമുണ്ടേ മേല. അപ്പൊ അതിങ്ങനെ നിക്കുന്നോണ്ട് നല്ലുണ്ട്. അതിന്റെ സൺസെറ്റും അതിന്റെ ഇടയിലേക്കൂടെ അടിപൊളി കേട്ടാ. ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. ഊഞ്ഞാൽ അത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഇരിക്കുന്ന ഒരു ഊഞ്ഞാലും പിന്നെ അപ്പത്തൊന്നുണ്ട്, 2 ഊഞ്ഞാലേ ഉള്ളൂ. പിന്നെ ഇരിക്കേണ്ട സീറ്റ് ഒരു 3-4 എണ്ണം ഉണ്ട്.
നിച്ചൂട്ടി അവിടെ ഫുൾ ഓടിച്ചാടി കളിയാണേ. ഓടിച്ചാടി കളിക്കാൻ മാത്രം സ്ഥലമുണ്ട്. പിന്നെ വലിയ കുറേ ആൾക്കാരും ഇല്ലല്ലോ. കുറേ ആളെല്ലാം ഉണ്ടെങ്കിലാണ് നിച്ചൂട്ടിക്ക് കുറച്ച് മടിയുണ്ടാവുക. പിന്നെ അച്ഛൻ്റെ കുറേ ഫ്രണ്ട്സുമാരുണ്ടായിന് അവിടെ. അവരെല്ലാം നിച്ചൂട്ടിക്ക് ഭയങ്കര കാര്യമാണ്. കുറച്ച് പ്രായമുള്ള ആൾക്കാരെ നിച്ചൂനും ഭയങ്കര ഇഷ്ടമാണ്. പ്രായമുള്ള അച്ഛന്മാരെ അമ്മമ്മമാരെല്ലാം അതുകൊണ്ട് പോയ ഉടനെ അവർക്ക് അച്ഛൻ്റെ കൂടെ പോയിട്ട് ക്ഷയിക്കാനെല്ലാം കൊടുത്ത് അങ്ങനെയെല്ലാം ആക്കി. കുറച്ച് ചെറുപ്പക്കാരുണ്ടാകുമ്പോൾ അത് പ്രശ്നം. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഒരു മിൽമ ബൂത്ത്, മിൽമ തന്നെയല്ല പാൽ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബൂത്ത് ഉണ്ടായിന്. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ബട്ടർ റസ്ക്കും പിന്നെ ഇവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് മിൽമേൻ്റെ മറ്റേ ഡ്രിങ്ക് ഉണ്ടാവുമല്ലോ അതും വാങ്ങിച്ചു. അപ്പോൾ അതൊക്കെ കുടിച്ചുകൊണ്ടും തിന്നുകൊണ്ടും എല്ലാം നിൽക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, ആ പാർക്കിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് ആ ഷോപ്പ് ഉള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ബട്ടർ റസ്ക്. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു. വലിയ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. കുറേ ആളുണ്ടെങ്കിൽ നമുക്കൊരു മടിയുണ്ടാവില്ലേ ഇങ്ങനെ തിന്നുകൊണ്ടല്ലോ ഇരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ വലിയ ആൾക്കാരൊന്നുമില്ല. നല്ല നീറ്റായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട് കേട്ടോ. എന്തുകൊണ്ടും ഇങ്ങനെ ഒരു പാർക്ക്, ഒരു ഹാപ്പിനെസ് പാർക്ക്, ഒരു സ്പേസ് എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടിയുള്ള സ്പേസ് നമ്മുടെ പഞ്ചായത്ത് തുടങ്ങിയത് എന്തായാലും നന്നായി എന്ന് തോന്നി. കുറേ ദിവസമായി അച്ഛനും അമ്മയും പറയുന്നത് ഒരു ദിവസം നിച്ചൂട്ടിനെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകണം വൈകുന്നേരം എന്ന്. അപ്പോൾ നിച്ചു പറഞ്ഞു അമ്മ വന്നാലേ ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് നിന്നെയാണ്. അതുകൊണ്ടാണ് ഏതായാലും ഇന്ന് എല്ലാവർക്കും കൂടെ ഒന്ന് പോയിട്ട് വരാം കുറച്ച് നേരം വൈകുന്നേരം എന്ന് വിചാരിച്ചേ. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടൊരു നഴ്സറി ഉണ്ട്, ചെടികളെല്ലാം വിൽക്കുന്നത്. നമ്മൾ പണ്ട് മേടിച്ചത് തന്നെയാണ് മിറാക്കിൾ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടുന്ന് 2-3 ചെടികളും കൂടെ നോക്കാമെന്ന് വിചാരിച്ചു. ഏതായാലും അടം വരെ പോയതല്ലേ. അപ്പോൾ ഒരു കുറ്റിച്ചക്കി വാങ്ങി, ഒരു ഓറഞ്ച് കളർ, അതിൻ്റെ പിങ്കും റെഡും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ഇത് ഈ ഒരു ചെടിയും വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഒരു വയലറ്റ് പൂ പിടിക്കുന്ന ഒരു ചെടിയാണ്. രാത്രി ആകുമ്പോഴേക്ക്, രാത്രിയല്ല ഒരു 6 മണി 6:15 ആകുമ്പോഴേക്ക് ലൈറ്റ്സ് എല്ലാം ഓണാക്കിയിട്ടാ. അപ്പോഴേക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ആ കുറച്ച് ഇരുടാകുമ്പോൾ ആ ലൈറ്റിൻ്റെ ഭംഗി നല്ലോണം മനസ്സിലാവും. ഇങ്ങനെ മരത്തിന് ചുറ്റിയിട്ടും പിന്നെ നടുക്കുള്ള ലൈറ്റും പിന്നെ ചെടികൾക്കൊക്കെ കുറച്ച് ഡെക്കറേഷൻ ലൈറ്റും എല്ലാം വെച്ചിട്ട് നല്ല രസമുണ്ടായിന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം നല്ല അടിപൊളി ദിവസമായി. ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ഫീൽ. കണ്ണൂരൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് തിരക്ക് കാരണം ഇങ്ങനെ ഒരു പാർക്കിൽ പോയൊരു എഫക്റ്റ് കിട്ടൂലല്ലോ. പക്ഷേ ഇന്ന് നല്ല രസമുണ്ടായിനി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.